നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. പക്ഷെ പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ നിരാശപ്പെടത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ, അവനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടപ്പോൾ അവൻ കുറേ തൂക്കവും വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. ആ പിശാച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ പോകുന്നതനുസരിച്ച് നമ്മൾ താന്നുകൊണ്ടിരിക്കും, വെള്ളത്തിൽ താന്നുകൊണ്ടിരിക്കും. അത് വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അടുത്തത്, ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഒരിക്കലും നിന്നെ മാറ്റി നിർത്തുകയോ ചെയ്യില്ല, മറിച്ച് കഷ്ടതകളിൽ അവിടുന്ന് നിനക്ക് സുനിശ്ചിതമായ ഒരു തുണയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിങ്ങൾക്കും ആത്മീയ മേഖലയിൽ വളരേണ്ട ചില മേഖലകൾ അതിശക്തമായി നമുക്ക് വേണ്ടി നൽകുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ ശുശ്രൂഷയിലോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായി പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ഒരു ബോധ്യം നൽകിയത് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനമാണ്. ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ആർക്കോ വേണ്ടി, ഒരുപക്ഷെ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ആർക്കോ വേണ്ടി പരിശുദ്ധാത്മാവ് അപ്രകാരം ഈ വചനം നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വചനം ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഹല്ലേലൂയ, ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, 2nd letter, chapter 4, verse 16, 16-ാമത്തെ തിരുവചനം. ബൈബിൾ ഉള്ളവർ തുറക്കണം. ഇത് ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന ഒരു ആത്മീയ മേഖലയാണ്. അപ്പം അതുകൊണ്ട് ഈ വചനം ഒന്ന് ആദ്യം കേട്ടു നോക്കിക്കേ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഇതാണ് വചനം. ഇത് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൃത്യമായി ഓർമ്മയിലേക്ക് കൊണ്ടുവച്ച് തന്നിരിക്കുക. ഒന്നും കൂടെ നമുക്ക് ആ വചനം ഒന്ന് വായിച്ചാലോ? നമുക്കൊരു കാര്യം ചെയ്യാം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. യെസ്, ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ്. ഈ വചനം നമുക്ക് ഉച്ചത്തിൽ ഏറ്റു പറയാം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. കൈകൾ താഴ്ത്തിക്കേ. ഇത് പറയുന്നത് പൗലോസ്ലീഹായാണ്. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ സഹന വഴികളിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ്. ജീവിതത്തിലെ സഹനങ്ങൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ പൗലോസ്ലീഹ അഭിമുഖീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വചനം കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നത് ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. കണ്ടോ? ഞങ്ങൾ നിരാശരാകുന്നില്ല. നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. കേട്ടല്ലോ? നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. പക്ഷെ പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ നിരാശപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടത്തില്ല. ഭഗ്നാശരാകാൻ കാരണങ്ങളേറെയുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഉള്ളിൽ ഇതിങ്ങനെ തെളിഞ്ഞു വരുന്നത് ശരിയാണ്. ഇതെന്നെക്കുറിച്ചാണല്ലോ ദൈവമേ. പൗലോസ്ലീഹായുടെ അവസ്ഥയാണ് നമ്മുടെയും. അതായത് ഭഗ്നാശരാവാൻ, നിരാശപ്പെടാൻ, തളർന്നു പോകാൻ അനേക കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. സത്യമല്ലേ? സത്യമല്ലേ? അതേന്ന് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ സത്യമായ കാര്യം. നിരാശപ്പെടാൻ, ഭാരപ്പെടാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. പല പല വഴികളിൽ നമ്മൾ ഭാരപ്പെടുന്നു. മനസ്സിന് വല്ലാതെ ഭാരം സംഭവിക്കുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു
ധ്യാനത്തിന് വേണ്ടി ഒരു ഇടവകപ്പള്ളി ചെന്നപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. ഞാനിത് പങ്കുവയ്ക്കുന്നത് സമാനമായ അനുഭവങ്ങൾ ഉള്ളവർ ഇവിടെ ഉണ്ട്, അവരത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കുടുംബനാഥ വീട്ടമ്മ സങ്കടത്തോടെ വന്ന് പറഞ്ഞത്, അച്ഛാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറക്കമില്ല, എൻ്റെ തലയിൽ ഭാരമാണ്. ഞാൻ ചോദിച്ചു, ഇതിന് എന്താണ് കാരണം? കാരണം ഉണ്ടച്ചാ. ഒന്നാമത്തെ കാരണം എൻ്റെ ഭർത്താവാണ്. അച്ഛാ, അയാൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അയാൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിപ്പാണ്. എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ടാണ് കുടുംബം നടക്കുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അയാളുടെ കയ്യിലാണ്. ഞാൻ ചോദിച്ചു, അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ വീട്ടിൽ പട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 4-5 പട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടികൾക്ക് തീറ്റ കൊടുക്കുക, പട്ടികളെ കുളിപ്പിക്കുക, പട്ടികളെ നന്നാക്കി കൊണ്ട് നടക്കുന്നതാണ് ഇപ്പം അയാളുടെ പണി. അച്ഛാ, എൻ്റെ കാര്യം ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചപ്പം മക്കൾ 2 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. അച്ഛാ, അപ്പനോട് തീരാത്ത പകയുമായിട്ടാണ് ആ മക്കൾ നടക്കുന്നത്. അപ്പൻ്റെ ഈ സ്വഭാവ രീതി കണ്ട് മൊത്തം അസ്വസ്ഥപ്പെട്ട് അപ്പനോട് പകയുമായിട്ട് 2 പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അച്ഛാ, എനിക്ക് ഓർത്തിട്ടേ ഉറക്കം കിട്ടുന്നില്ല, തലയ്ക്ക് ഭാരമാണച്ചാ, ഭാരം. ഇതെന്ത് ചെയ്യും? ഞാൻ അദ്ദേഹത്തെ, എൻ്റെ ഭർത്താവിനെ ധ്യാനത്തിന് വിളിച്ചു. നമ്മുടെ ഇടവകപ്പള്ളി ഒരു ധ്യാനം നടക്കുന്നുണ്ട്, വരൂ, നീ പോയി ധ്യാനം കൂടി നന്നായാൽ മതി. ഞാൻ നന്നായ ആളാണ്, നീയാണ് നന്നാവേണ്ടത്. അയാൾ അവിടെ പട്ടീനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ, എന്ത് ചെയ്യൂ അച്ഛാ? ഞാനിത് ആരോട് പറഞ്ഞാൽ മനസ്സിലാകും? പുറമേ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വിചാരം ടിപ് ടോപ്പ്. അങ്ങനെയല്ല അച്ഛാ, എനിക്ക് ഉറക്കമില്ല. പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഭഗ്നാശരാവാൻ കാരണങ്ങൾ ഏറെയുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, നിനക്ക് നിരാശപ്പെടാൻ, ഭാരപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ട്. പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ഭാരത്തെ നീ കൈകാര്യം ചെയ്യേണ്ട ഒരു വിധമുണ്ട്. അതുകൊണ്ടാണ് വചനം, തൊട്ടടുത്ത വചനം പറയുന്നത്, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ പറയുക, ഈ ഭാരം കാരണം ശരിയാ, ഞങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുക, പലതരത്തിൽ ഞങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും പല കാരണങ്ങളാൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം കിട്ടാത്തത് കൊണ്ട് ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കുടുംബത്തിലെ പല കാര്യങ്ങളിൽ പെട്ടിട്ട് ഭാരപ്പെട്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. വീട് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. കണ്ടോ, പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ആത്മീയ സത്യമാണ്. ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ടതും ഈ പൗലോസ്ലീഹായുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ കൃപയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ, അവനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടപ്പോൾ അവൻ കുറേ തൂക്കവും വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവൻ നരുന്ത് പോലെയായി. ഞാൻ ചോദിച്ചു, ഇതെന്നാ പറ്റി? വല്ല രോഗമാണോ? അല്ലച്ചാ, ഞാനൊരു സ്ഥലത്തൊരു ജോലിക്ക് കയറി. ടെൻഷനാച്ചാ, ടെൻഷൻ കയറി കഴിഞ്ഞിട്ട് അച്ഛാ, എൻ്റെ വണ്ണം എല്ലാം പോയി, എൻ്റെ വെയിറ്റ് എല്ലാം പോയി, ഞാനിപ്പോൾ ഈ പരുവത്തിലായി. ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ എത്ര നാൾ അവിടെ നിൽക്കും? അറിയത്തില്ല അച്ഛാ, ഇങ്ങനെ പോയാൽ അധികം നാൾ ഞാൻ ജീവിച്ചിരിക്കും തോന്നുന്നില്ല. അതുപോലത്തെ സ്ട്രെസ്സാണ്, അതുപോലത്തെ ഭാരം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ പറയുന്ന, എൻ്റെയും ഉള്ളിൽ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങളുടെ നടുവിൽ പൗലോസ്ലീഹ നമുക്കൊരു മാർഗം നൽകുകയാണ്. നിന്റെ ബാഹ്യ മനുഷ്യൻ, പുറത്തുള്ള കാര്യം അത് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിന്റെ ഉള്ളിൽ ഓരോ അനുഭവങ്ങളും നിന്നെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അനുഭവങ്ങളും നിന്നെ ഇതാ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓരോ പ്രതിസന്ധികളും,
ഓരോ പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇതാ ശക്തമായ ഒരു നവീകരണ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞേ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ടെന്ന് പുറമേ നോക്കുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഇത് സംഭവിക്കേണ്ടതാണെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. അതേതവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, ഭഗ്നാശരാകാനുള്ള സാധ്യതകളെല്ലാം നിന്റെ മുമ്പിൽ ഒരു ആത്മീയ നവീകരണത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ചില വചനങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മളെ ഭഗ്നാശരാക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ഉറക്കം കളയുന്ന, ഭാരപ്പെടുത്തുന്ന അനേക പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിക്കുന്നു. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22. 55-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം. ഈ വചനം കാണാതെ പഠിച്ചിട്ടില്ലാത്തവർ കാണാതെ പഠിക്കാൻ ഒന്ന് പരിശ്രമിക്കൂ. സാധിക്കുമെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഈ വചനം എഴുതി, എന്നിട്ട് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ വചനം ഇടയ്ക്കിടയ്ക്ക് നോക്കി നമുക്ക് ആത്മീയമായ ഒരു നവീകരണത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. സങ്കീർത്തനം 55 അതിൻ്റെ 22-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22 വായിക്കാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, യെസ്, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. കണ്ടോ, ഇതാണ് വചനം. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്താലോ? നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭഗ്നാശരാകാനുള്ള, നിരാശപ്പെടാനുള്ള കാരണങ്ങളേറെയാണ്. നിരാശപ്പെടാൻ കാരണങ്ങളേറെയുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നിന്റെ ഭാരം, നിരാശപ്പെടാനുള്ള, ഭാരപ്പെടാനുള്ള ഈ കാരണത്തെ ഇത് കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരി നാട്ടിൽ ഈയിടയ്ക്ക് അവധിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. കുറച്ച് നാൾ കിടപ്പിലായിരുന്നു, പിന്നീട് മരിച്ചുപോയി. വലിയ ദുഃഖമായിരുന്നു. അതിനുശേഷം എൻ്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു ഈ സഹോദരിയോട്, ഈ ഭർത്താവിൻ്റെ മരണശേഷം എങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങി? അച്ഛാ, കടുത്ത ഏകാന്തത, ഭയങ്കര ശൂന്യത എൻ്റെ ഉള്ളിലുണ്ടായി, വളരെ വലിയ ശൂന്യത. അച്ഛാ, ഈ ശൂന്യതയുടെ നടുവിൽ എൻ്റെ തലയ്ക്കകത്ത് പല പല പൊട്ടച്ചിന്തകളും വന്നു. സ്വാഭാവികമാണേ, ഓർത്തോണം കേട്ടോ. അത് നമ്മുടെ തലയ്ക്കകത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, തലയ്ക്കകത്ത് കുറേ പൊട്ട ചിന്തകൾ കൊണ്ടുത്തരും. നമ്മൾ അത് ചിന്തിക്കാനോ ആ പിശാച് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ പോകുന്നതനുസരിച്ച് നമ്മൾ താന്നുകൊണ്ടിരിക്കും, വെള്ളത്തിൽ താന്നുകൊണ്ടിരിക്കും. അത് വളരെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, അച്ഛാ, എൻ്റെ തലയ്ക്കകത്ത് കുറേ പൊട്ട ചിന്തകൾ. എൻ്റെ ഭർത്താവ് മരിച്ചില്ല, ഇനി എന്ത് ജീവിതം? നിൻ്റെ ജീവിതം തീർന്നു, നിൻ്റെ ആയുസ് തീർന്നു. പിന്നെ മക്കൾ, അതുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളൂ. എന്നാൽ അച്ഛാ, ആ നാളുകളിലാണ് ഞാൻ ഈ പോട്ട ആശ്രമത്തിൽ വന്ന് ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഈ ആലയത്തിൽ വന്നൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ ഒരു പ്രചോദനം തന്നു. അച്ഛാ, നിനക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം നീ ഇങ്ങനെ ജീവിച്ച് നശിക്കരുത്.
മറിച്ച് നിനക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അത് അനുഗ്രഹമായി മാറ്റണം. നിനക്കുണ്ടായ അനുഭവമെല്ലാം അത് അനുഗ്രഹമായി മാറ്റണം. ഇതെൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആരോ ഇരുന്ന് പറയുന്നത് പോലെ. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവാണ്. എനിക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഭവമെല്ലാം അനുഗ്രഹമാണ്. ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മരണം എങ്ങനെ അനുഗ്രഹമാവും? എൻ്റെ ജീവിതത്തിൽ ഈ ഏകാന്തത എങ്ങനെ അനുഗ്രഹമാവും? എൻ്റെ ജോലിയില്ലായ്മ എങ്ങനെ അനുഗ്രഹമാവും? ആലോചിക്കും തോറും എനിക്ക് അസ്വസ്ഥത. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ആലോചന തന്ന പരിശുദ്ധാത്മാവ് അതിനുള്ള വഴിയും കൂടെ എൻ്റെ മുമ്പിലേക്ക് വെച്ചു തന്നു. ഈ വചനം സങ്കീർത്തനം 55:22. ഈ സ്ത്രീ പറയാ, അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ ഈ വചനത്തിൽ ആശ്രയിച്ചാണ് അച്ഛാ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. സങ്കീർത്തനം 55:22 ഇതേ വചനം പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. അച്ഛാ, ഞാൻ എൻ്റെ കർത്താവിനെ ഭരമേൽപ്പിക്കാൻ തുടങ്ങി. ഇത്രയും നാളും എൻ്റെ ഭർത്താവ് മരിച്ചുപോയല്ലോ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന എൻ്റെ അവസ്ഥയിൽ എൻ്റെ മുമ്പിലേക്കൊരു വചനം കിട്ടി. എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കണം, എൻ്റെ കർത്താവിൽ ആശ്രയിക്കണം, കർത്താവ് എൻ്റെ ഭാരം നോക്കിക്കൊള്ളും. എൻ്റെ പ്രിയരെ, ഈ സ്ത്രീ എന്താ പറഞ്ഞെന്നറിയോ? ധ്യാനം കൂടി ഈ വചനം ഞാൻ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ മുമ്പിൽ ഞാൻ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഇരുട്ട് മാറി വലിയ പ്രകാശം നിറഞ്ഞു. അച്ഛാ, കർത്താവ് എനിക്ക് വിദേശത്തൊരു ജോലി ക്രമീകരിച്ചു തന്നു. എൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. ഞാനവിടെ ഒരു പ്രയർ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നു. ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കുന്നു. ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഒരു പ്രത്യാശയോടെയാണ്. ഇതാണ് പൗലോസ്ലീഹ ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഭഗ്നാശരാകാൻ കാരണങ്ങളേറെയുണ്ട്, ഇല്ലേ? ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങളേറെയുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ ബാഹ്യ മനുഷ്യനെ ക്ഷയിപ്പിക്കുന്നെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ അത് നവീകരിച്ചുകൊണ്ടിരിക്കുന്നു, റിന്യൂ ചെയ്യുന്നു. നിനക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നിന്നെ ഇങ്ങനെ നവീകരിക്കുന്ന ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വചനം അങ്ങോട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചോണം കേട്ടോ. പത്രോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ വായിച്ചേ. പത്രോസ് ലീഹ തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം. 1 Peter chapter 5:7. വളരെ പരിചിതമായ വചനമാണ്. പരിചയമില്ലെങ്കിൽ ഇത് എഴുതിയെടുത്തോ കേട്ടോ. നല്ല ഒന്നാന്തരം വചനമാണ്. പത്രോസ് ലീഹ നമ്മളെ ഇത് പഠിപ്പിക്കുമ്പോൾ ഈ പത്രോസിനെ നമുക്ക് നന്നായിട്ട് അറിയാം. ജീവിതത്തിൽ അനേക ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയ പത്രോസാണ് നമ്മളൊരു കാര്യം പറയുന്നത്. 5-ാം അധ്യായം 7-ാം തിരുവചനം 5-ന്റെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് പറഞ്ഞാൽ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പറഞ്ഞു കൊടുത്തേ, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഒച്ചത്തിൽ പറഞ്ഞ്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ അവിടുത്തെ ഭരമേൽപ്പിക്കുന്നു. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം വായിച്ചാലോ? ഇതും നമുക്ക് പരിചയമുള്ള വചനമാണ്. നമ്മൾ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഭഗ്നാശരാവാൻ, നിരാശപ്പെടാൻ അനേക കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവയുടെ നടുവിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11 അതിന്റെ 28-ാം തിരുവചനം വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ടോ, ഇത് വെറുതെ വായിച്ചു പോയാൽ പോരാ. ഇത് നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ. ആരാ വരേണ്ടത്? അധ്വാനിക്കുന്നവര്, ഭാരം വഹിക്കുന്നവര്. എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
പലതരത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവരാണ്, പലതരത്തിൽ നമ്മൾ ഭാരം വഹിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വലിയ സങ്കടം, ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് മറ്റുള്ളവർ എൻ്റെ അധ്വാനം തിരിച്ചറിയുന്നില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ ഭാരം ചുമന്നിട്ട് മറ്റുള്ളവർ എന്നെ ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒരു വേർഡ് ഓഫ് അപ്രീസിയേഷൻ എനിക്ക് നൽകുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാണല്ലോ. വചനം പറയുന്നു, നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭാരം, ഈ ക്ഷീണം നിന്റെ കർത്താവ് കാണുന്നുണ്ട്, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ആ വചനം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. എൻ്റെ അടുക്കൽ വന്നാൽ എന്താണ് മെച്ചമെന്നാണ് വചനം പറയുന്നത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. 2 കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ, ഭാരം വഹിക്കുന്നവരാണോ നിങ്ങൾ? ക്ഷീണിച്ചവരാണോ നിങ്ങൾ? എങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിലെത്തണം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള ഉത്തരമുണ്ടെന്ന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, നമുക്ക് ഈ ഭഗ്നാശരാവാനുള്ള, നിരാശപ്പെടാനുള്ള ഒരു കാരണം, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നണമെന്നില്ല, നമുക്കെപ്പോഴും ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, ഭയങ്കരമായ അസ്വസ്ഥതകൾ ഉണ്ടാകും, നമ്മളെ വിഷമിപ്പിക്കുന്നവരെ നമുക്ക് അങ്ങോട്ട് വിഷമിപ്പിക്കാൻ തോന്നും. ഇതെല്ലാം മാനുഷികമായ ചില വാസനകളാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം അതിൻ്റെ 55-ാം അധ്യായം ഒന്ന് തുറന്ന് വായിച്ചേ. നമ്മൾ നേരത്തെ വായിച്ച 22-ാം തിരുവചനം ഉണ്ടല്ലോ, അതിൻ്റെ ആരംഭ വചനം 55-ാം തിരുവചനം. ആ 55-ാം തിരുവചനത്തിന് ഒരു ഹെഡിങ് ഉണ്ട്, ഒന്ന് വായിച്ചേ. എന്താണ് ഹെഡിങ്? സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ, അതാണ് ഹെഡിങ്. എന്നിട്ട് അതിന്റെ 1-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ യാചനകൾ നിരസിക്കരുതേ. ഇതൊരു യാചനയാണ്. എന്നിട്ട് അടുത്തത്, എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ. കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു. ചില ഭാരം നമ്മളെ വിഴുങ്ങുന്നു. എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. കഷ്ടത എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു, എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. മറ്റുള്ളവരെന്നെ ദ്രോഹിക്കുന്നു, എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. വചനം നിങ്ങളൊന്ന് വായിച്ചു പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാം വചനം വായിച്ചേ. 3-ാം വചനം, ശത്രുവിന്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. യെസ്, അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു. കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. അപ്പൊ എന്റെ അവസ്ഥ എന്താ? മറ്റുള്ളവരെ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ അവസ്ഥ എന്താ? വായിച്ചേ. എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. മരണഭീതി എന്റെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. കണ്ടോ, എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ? എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. മരണഭീതി എന്നെ അലട്ടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഹോദരിയുടെ അവസ്ഥ എന്താ? ഉറക്കം കിട്ടുന്നില്ലച്ചാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം, വല്ലാത്ത അസ്വസ്ഥത, ഒറ്റപ്പെട്ട അവസ്ഥ, ആര് സഹായിക്കും, വല്ലാത്ത വിഷമം. സങ്കീർത്തകനായ ദാവീദ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം നിന്റെ ജീവിതത്തെ കണ്ടിട്ട് കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന ചില വചനങ്ങളാണത്. അടുത്ത വചനം ഒന്ന് വായിച്ചേ. 5-ാം വചനം, ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു. പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത വചനം നോക്കിയേ. ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അടുത്തത്, ഞാൻ വിദൂരങ്ങളിൽ ചുറ്റി തിരിയുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവമേ, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാ മതി,
ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇതെന്നെ നശിപ്പിക്കുന്നു, ഈ പ്രശ്നം എന്നെ വലയ്ക്കുന്നു, ഞാൻ ഭാരപ്പെടുന്നു, ഇത് കാരണം എനിക്ക് സ്വസ്ഥതയില്ല, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോയാൽ മതി, പുറപ്പെട്ടു പോയാൽ മതി. അല്ലേ? നമുക്ക് പലപ്പോഴും ഒളിച്ചോടാനുള്ള പ്രവണത എപ്പോഴാണ് വരുന്നത്? ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വസ്ഥത കിട്ടുന്നില്ല, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒളിച്ചോടി പോയേക്കണം, ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകണം, തലയ്ക്കകത്തോട്ട് ഇതങ്ങോട്ട് കയറും, ഒളിച്ചോടി പോവാനുള്ള ചിന്ത. എന്നിട്ട് അടുത്ത വചനം വായിച്ചേ. ചുഴലിക്കാറ്റിൽപ്പെട്ട് ബന്ധപ്പെട്ട് അകന്ന സങ്കേതം തേടുമായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 9-ാമത്തെ വചനം ഒന്ന് വായിച്ചോ. 9-ാമത്തെ വചനം. കർത്താവേ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ, അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ. നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു. രാവും പകലും അവർ അതിന്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വചനം ദാവീദ് രാജാവ് പഠിപ്പിക്കുന്ന 12-ാം വചനം വായിച്ച. 12-ാം വചനം. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. അടുത്ത വചനം ശ്രദ്ധിച്ചോ. എന്നാൽ എന്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. കണ്ടോ, ഇത് ദാവീദ് രാജാവ് പറയുകയാണ്. ഇത് ശത്രുവാണ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇതേതാ? ഇത് ഉറ്റ സ്നേഹിതൻ, എന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, അത്രയും കണ്ണടച്ചെനിക്ക് വിശ്വസിക്കാവുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രയും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി നമ്മളെ ഏതെങ്കിലും തരത്തിൽ ചതിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ വലിയ പാടാണ്. അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് നീറിപ്പൊകയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിങ്ങനെ വല്ലാണ്ട് ഭാരപ്പെടുത്താൻ തുടങ്ങും. നാളുകൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ, അയാളിപ്പോൾ വലിയൊരു തകർച്ചയിലാണ്. എന്നോട് പറഞ്ഞ, അച്ഛാ ഇത് ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയതാണ്. അച്ഛാ എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച, എൻ്റെ ഒപ്പം വളർന്ന, എനിക്ക് അത്രമേൽ പരിചയമുള്ള ആളാണ്. ഞാൻ അയാളെ കൊണ്ട് ഇന്ന സ്ഥലത്ത് ചെന്നു, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഞങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചു. എല്ലാം വളരെ മനോഹരമായിട്ട് സ്നേഹത്തിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛാ. എന്നാൽ ഇതിനിടയിൽ എപ്പോഴാന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ഈ പാർട്ട്ണർ, എൻ്റെ സുഹൃത്തിൻ്റെ തലയ്ക്കകത്ത് പിശാച് എന്തൊക്കെയോ ചിന്തകൾ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പല ആശയങ്ങൾ പ്രകാരം ഞങ്ങൾ തെറ്റിപ്പിരിയാൻ തുടങ്ങി. അവസാനം അയാൾ എന്നെ പറ്റിച്ചു. അച്ഛാ, ശത്രുവാണ് ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇതേതാ ചെയ്തത്? ഇത് എൻ്റെ കൂടെ ഒരുമിച്ച് വളർന്ന്, ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ഒരേ പാത്രത്തിൽ ഉണ്ടുറങ്ങിക്കഴിഞ്ഞിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലുമൊക്കെ ചതിയിലോ ഏതെങ്കിലുമൊക്കെ തെറ്റായ പ്രവൃത്തിയിലോ പെട്ട് ജീവിതത്തിൽ അത്രമേൽ അരിശപ്പെട്ടിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഭഗ്നാശരാവാനുള്ള കാരണങ്ങളുണ്ടെന്ന് പൗലോസ്ലീഹ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ഭഗ്നാശരാകുന്നെങ്കിലും ഞാനുണ്ടല്ലോ നിരാശപ്പെട്ട് മാറിയിരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തോണം, നിനക്ക് നിരാശപ്പെടാനുള്ള കാരണങ്ങൾ ഏറെയാണ്. സങ്കീർത്തകൻ പഠിപ്പിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിച്ചേ. എന്നിട്ട് ഈ സങ്കീർത്തകന്റെ ഒരു പ്രാർത്ഥന കണ്ടോ. 15-ാം വചനം വായിച്ചേ. അവരെ മരണം പിടികൂടട്ടെ എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ചത്തുപോട്ടെ. അതായത് നമ്മളെ വേദനിപ്പിക്കും, എങ്ങനെയെങ്കിലും ചത്തുപോട്ടെ. ഇങ്ങനെയൊക്കെ കടന്നാണ് ഇയാളുടെ പ്രാർത്ഥന. എങ്ങനെയുണ്ട് പ്രാർത്ഥന? ഒന്നാമത് ഇയാൾ പ്രാർത്ഥിച്ചത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയേക്കാം. പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാ? എനിക്കെതിരെ ഇല്ലാ കഥകൾ പറയുന്ന, എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ ചതിച്ചവന്മാർ എങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകപ്പാടെ നിരാശപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ, എന്നാൽ 55-ാം അധ്യായം 22-ാം വചനത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് എന്താകും? അദ്ദേഹം പറയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ.
ചാടി എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. പൗലോസ്ലീഹ പഠിപ്പിച്ച വചനം ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കണം. കർത്താവേ, ഞങ്ങൾ ഭഗ്നാശരാവുന്നില്ല, ഞങ്ങൾ ഭഗ്നാശരാവുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. നിരാശപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ട്, പക്ഷെ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങയിലാണ് പ്രതീക്ഷ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയിലാണ് പ്രതീക്ഷ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമയം ഇതാ സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് വിശ്വസിക്കുക. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അങ്ങയെ ആശ്രയിക്കാൻ, എന്നെക്കുറിച്ച് ശ്രദ്ധയുള്ള ദൈവമേ, അങ്ങയെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇന്ന് നീ കടന്നു പോകുന്ന ഭഗ്നാശരാകാനുള്ള സാധ്യതയുടെ മേഖലകൾ, നിരാശപ്പെടാനുള്ള മേഖലകൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ഇന്നത്തെ നിന്റെ കണ്ണുനീര്, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സങ്കടം എല്ലാം ചേർത്ത് കരങ്ങൾ ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് നിന്നെ നയിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഭഗ്നാശരാവുന്നില്ല. കർത്താവെ, ഞങ്ങൾ ശാരീരികമായി ബാഹ്യമായി ബലഹീനരാകുന്നുണ്ടെങ്കിലും എന്നാൽ അങ്ങയുടെ ശക്തി ഞങ്ങളെ നവീകരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ക്ഷീണിക്കുന്നില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്നേ ചില വചനങ്ങൾ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഭഗ്നാശരാവുന്ന ഏതെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകഴിയുന്ന, ഓർക്കുന്തോറും ഭാരം വഹിക്കപ്പെടുന്ന അവസ്ഥയുള്ളവർ പെട്ടെന്ന് ചില വചനങ്ങളൊന്ന് എഴുതിയെടുത്തേ. അതിലൊരു നല്ല വചനമാണിത്. 56-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. നമ്മളിപ്പോൾ 55 വായിച്ചു നിർത്തിയത്. 56-ന്റെ 8-ാം വചനം ഒന്ന് ശ്രദ്ധിച്ച്. ചാപ്റ്റർ 56 വേഴ്സ് 8. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ. മറ്റൊരു വചനം യെശയ്യായുടെ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 10. 10-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 34 അതിൻ്റെ 18-ാം തിരുവചനം. സങ്കീർത്തനം 34, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 34 വേഴ്സ് 18. വചനം കേട്ടോളൂ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയാ. ഈ വചനം കേട്ടല്ലോ അല്ലേ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ നേരത്തെ ഒരു സഹോദരിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലേ? ജീവിത പങ്കാളി ഉത്തരവാദിത്തം ചെയ്യുന്നില്ല, പട്ടിയെ നോക്കി വീട്ടിലിരിക്കുന്നു. ഉറക്കം കിട്ടാതെ വിഷമിക്കുന്ന ഭാര്യ, തൻ്റെ ശമ്പളമെല്ലാം ഭർത്താവാണ് ചെലവഴിക്കുന്നത്. മക്കൾ അപ്പനെക്കുറിച്ച് ശത്രുതയോടുകൂടെ പെരുമാറുന്നു. ഇങ്ങനെ തുടങ്ങി വലിയ ഭാരത്തിൽ കഴിയുന്ന സഹോദരി വചനം പഠിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ സഹോദരിയിൽ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? കർത്താവ് ആ സഹോദരിയുടെ പ്രാർത്ഥനയിൽ അതിശക്തമായി ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം എന്താണെന്നറിയാവോ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എല്ലാവർക്കും അല്ല സമീപസ്ഥൻ, മറിച്ച് ഹൃദയം നുറുങ്ങിയവർക്ക്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം
അതിൻ്റെ 27 തിരുവചനത്തിൽ ഈശോ നമുക്കൊരു ആശ്വാസത്തിൻ്റെ വചനം നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 27, 27 തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ, ഹൃദയത്തിൽ ഭാരം വഹിക്കാൻ പലതും വരും. എന്നാൽ ഈശോ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ആമേൻ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, നിന്റെ ഹൃദയം അസ്വസ്ഥമാവേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. ആമേൻ, ആമേൻ, ആമേൻ. യോഹന്നാന്റെ യേശയ്യായുടെ പ്രവചനം 40 അധ്യായം അതിന്റെ 30 തിരുവചനം ഒന്ന് വായിച്ചേ. 30, 31 അതിലെ 30 വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40, 40 അധ്യായം അതിന്റെ 30 വചനം ആദ്യം വായിക്കാം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. കണ്ടോ, ഇത് ശ്രദ്ധിച്ചേ. അതായത് സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പറയുന്നത്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുവാക്കൾ നല്ല ഊർജ്ജസ്വലതയോടെ ഇരിക്കേണ്ടവരാണ്. പക്ഷേ അവര് പോലും ക്ഷീണിച്ചേക്കാം, അവര് തളർന്നേക്കാം. എന്നിട്ട് ചെറുപ്പക്കാര് ശക്തിയേറ്റ് വീഴാം. ഇതൊക്കെ സാധ്യതകളാണ്. എന്നിട്ട് ഒരു വചനം പറയും. അടുത്ത വചനമാണ് നമ്മൾ പഠിക്കേണ്ടത്. 31 വചനം വായിച്ചേ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒച്ചത്തിൽ പറഞ്ഞോളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം അങ്ങ് വിശ്വസിച്ചോളൂ, ഇത് ഏറ്റെടുത്തോളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ വ്യക്തി ഒരിക്കലും ക്ഷീണിച്ചു പോവില്ലെന്ന്, ഒരിക്കലും തളർന്നു പോവില്ല. നിനക്ക് കർത്താവ് പരിചയായി മുമ്പിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനം അതിന്റെ 13 അധ്യായം 5 തിരുവചനം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 13 13 അധ്യായം അതിന്റെ 5 തിരുവചനം. ഒരു നല്ല വചനം ഉണ്ട്, വായിച്ചേ. 13:5 വായിച്ചോ. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. അടുത്ത വചനമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ, വായിച്ചേ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടോ, നമുക്ക് കർത്താവ് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെന്ന വചനം പറയുന്നത്. അവിടുന്ന് നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമുക്ക് ഏറ്റു പറയാം. വലതുകര ഉയർത്തിപ്പിടിച്ചോളൂ, ഉച്ചത്തിലേറ്റു പറഞ്ഞ്, അവിടുന്ന് ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ദൈവമേ, 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 നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 46 അധ്യായം അതിന്റെ 1 തിരുവചനം. ബുക്ക് ഓഫ് സാം, സങ്കീർത്തനം അതിന്റെ 46 അധ്യായം 1 തിരുവചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് നമ്മളെ ആത്മീയ മേഖലയിൽ വളർച്ചയ്ക്ക് വേണ്ടി ഇതാ ഒരു വചനം സമ്മാനിക്കുകയാണ്.
46 അധ്യായം 1 തിരുവചനം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ആമേൻ. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ആരും നിന്റെ കൂടെ നിന്നില്ലെങ്കിലും കർത്താവ് നിൽക്കും. പറഞ്ഞേ ആമേൻ. ആരും സഹായിക്കാനില്ലെങ്കിലും കർത്താവ് നിന്നെ സഹായിക്കും. പറഞ്ഞേ ആമേൻ. ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും കർത്താവ് നിന്നെ പരിഗണിക്കും. ഒച്ചത്തിൽ പറയൂ ആമേൻ. 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 ആരും എന്റെ കാര്യം നോക്കിയില്ലെങ്കിലും കർത്താവ് എന്റെ കാര്യം നോക്കും. പറഞ്ഞേ ആമേൻ. 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 നമ്മുടെ ജീവിതത്തില് ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും വചനം പഠിപ്പിക്കുന്ന എന്താണെന്നറിയാവോ? ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഒരിക്കലും നിന്നെ മാറ്റി നിർത്തുകയോ ചെയ്യില്ല. മറിച്ച് കഷ്ടതകളിൽ അവിടുന്ന് നിനക്ക് സുനിശ്ചിതമായ ഒരു തുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ നമ്മളെ ആത്മീയമായി ഇതാ ശക്തിപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചത്. ഒന്നും കൂടെ ആ വചനം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം 16-ാം തിരുവചനം. നമ്മളിപ്പോൾ സംസാരിച്ചത് മുഴുവൻ ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ്. പരിശുദ്ധാത്മാവ് ഈ വചനമാണ് സമ്മാനമായിട്ട് നമുക്ക് വേണ്ടി നൽകിയത്. ആ വചനം ഒരിക്കൽ കൂടെ വായിക്കാം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം പൗലോസ്ലീഹ നമുക്ക് സമ്മാനിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമായി നമ്മൾ സ്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ആമേൻ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. എന്നിട്ട് അവർക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി ഈ വചനം പറയാം. ഞാൻ വചനം പറയുമ്പോൾ നിങ്ങൾ അത് ഏറ്റു പറയണം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. മുമ്പിലുള്ള വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക. എന്നിട്ട് അവർക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് അവരോട് ഈ വചനം പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. എന്നിട്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ഇങ്ങനെ പറയണം. സഹോദര സഹോദരി, നിനക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നിന്നെ ക്ഷീണിപ്പിച്ചേക്കാം, തകർക്കാൻ പരിശ്രമിച്ചേക്കാം. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. ഒരു വിധത്തിലും ദൈവം നിന്നെ അവഗണിക്കില്ല, ഉപേക്ഷിക്കില്ല. ദൈവം നിന്റെ കൂടെയുണ്ട്. ഇത് സംഭവിക്കട്ടെ. ആ വ്യക്തിയുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് സംഭവിക്കട്ടെ. ആമേൻ. 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 ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. ഏതാ വചനം പറഞ്ഞത്? 2 കൊരിന്തോസ് 4-ാം അധ്യായം 16-ാം തിരുവചനം കേട്ടോ. ഇതങ്ങ് വിശ്വസിച്ചോണം. എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ പലതും ഉണ്ടാവും, പല സംഭവങ്ങളുണ്ടാവും. പക്ഷേ പൗലോസ്ലീഹ പറഞ്ഞ പോലെ കാര്യം ഇതൊക്കെ ഞങ്ങളെ ക്ഷീണിപ്പിച്ചാലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്. പരീക്ഷകൾ പലതുണ്ടാവും, എന്നാൽ നീ ശ്രദ്ധിക്കണം, ഈ പരീക്ഷകളിൽ കർത്താവ് നിനക്ക് സുനിശ്ചിതമായ തുണയായി കൂടെ നിൽക്കും. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കാം. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുകയാണ്, പരീക്ഷകളിൽ അങ്ങ് ഞങ്ങൾക്ക് ബലമാണ്. ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ഭഗ്നാശരാകാനുള്ള സാധ്യതകളിലും കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവെ, ഞങ്ങളിതാ വിശ്വസിക്കുന്നു.
കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. അതൊരു പരീക്ഷയാണ്, അസ്വസ്ഥതയാണ്. സമർപ്പിക്കുക. കർത്താവെ, ഈ പ്രശ്നത്തിൽ അങ്ങ് ഇടപെടുന്നു. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബോറടിക്കുന്ന പോലെ വല്ലാത്തൊരു മരവിപ്പ്, എപ്പോഴും ഉറക്കക്ഷീണം വരിക, എപ്പോഴും ഓർത്തോർത്ത് ദുഃഖിക്കുന്ന സ്വഭാവം, കുറേ കാര്യങ്ങൾ തലയ്ക്കകത്ത് കിടക്കുന്നു. അതുകൊണ്ട് മര്യാദയ്ക്കൊരു ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. അപ്രകാരമുള്ള ചില അവസ്ഥകളുള്ളവരുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ എല്ലാ അനുഭവങ്ങളും കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ കൃപകൾ സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ഒരു നവീകരണം സംഭവിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ഒരു നവീകരണം സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ആമേൻ.